ഹായ്, വെൽക്കം ബാക്ക് ടു ആകാശ് യൂട്യൂബ് ചാനൽ. ഞാൻ ആകാശിലെ മാത്സിൻ്റെ ഫാക്കൽറ്റിയാണ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷനിലെ ന്യൂട്ടൺസ് തിയറം. ഈ ന്യൂട്ടൺസ് തിയറം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ജസ്റ്റ് അതിൻ്റെ ഡെഫിനിഷൻ ആദ്യം നോക്കാം. If alpha beta are the roots of the quadratic equation a square plus bx plus c equal to 0 and Sn equal to alpha raised to n plus or minus beta raised to n belongs to natural number, then a into Sn plus 2 plus b into Sn plus 1 plus c into Sn equal to 0. ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ എ സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 എന്നുള്ളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട് ആൽഫ ബീറ്റ ആണെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ എസ് എൻ ഈക്വൽ ടു എസ് എൻ തന്നെ തരണമെന്നില്ല, എ എൻ എന്ന് തരാം, പി എൻ എന്നൊക്കെ തരാം. അത് ഈക്വൽ ടു ആൽഫ റേസ് ടു എൻ പ്ലസ് ഓർ മൈനസ് ബീറ്റ റേസ് ടു എൻ, ഒന്നെങ്കിൽ പ്ലസ് ബീറ്റ റേസ് ടു എൻ അല്ലെങ്കിൽ ആൽഫ റേസ് ടു എൻ മൈനസ് ബീറ്റ റേസ് ടു എൻ എന്ന് തോന്നും. എൻ ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ. അങ്ങനെ തരികയാണെങ്കിൽ നമുക്ക് ഈ എസ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റായ എ ഇൻറ്റു എസ് എൻ പ്ലസ് 2, എക്സിൻ്റെ കോയിഫിഷ്യൻ്റായ പ്ലസ് ബി ഇൻറ്റു എസ് എൻ പ്ലസ് 1, കോൺസ്റ്റന്റ് എ പ്ലസ് സി ഇൻറ്റു എസ് എൻ ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. ഇനി ഇതെന്താണ് എന്ന് ക്ലാരിറ്റി കിട്ടണമെങ്കിൽ നമുക്കിതിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2x സ്ക്വയർ പ്ലസ് 3x മൈനസ് 4 ഈക്വൽ ടു 0 ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇതിൻ്റെ റൂട്ട് ആൽഫ ബീറ്റ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എസ് എൻ ഈക്വൽ ടു ആൽഫ റേസ് ടു എൻ പ്ലസ് ബീറ്റ റേസ് ടു എന്നത് തന്നിട്ടുണ്ട്. ഈ എസ് എൻ ഈക്വൽ ടു ആൽഫ റേസ് ടു എൻ പ്ലസ് ബീറ്റ റേസ് ടു എൻ അല്ലെങ്കിൽ ആൽഫ റേസ് ടു എൻ മൈനസ് ബീറ്റ റേസ് ടു എൻ, ഏത് തന്നാലും ഒരേ ഐഡിയ ആണ്. ഇതിവിടെ എസ് എൻ തന്നെ തരണമെന്നില്ല, എ എൻ പി എൻ എന്ത് വേണമെങ്കിലാവും. എന്നിട്ട് ഇത്രയും തന്നു കഴിഞ്ഞാൽ എൻ ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ. ഇത്രയും തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ന്യൂട്ടൺസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എസ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യന്റ് 2 ഇൻറ്റു എസ് എൻ പ്ലസ് 2. ഇപ്പോൾ എൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പറാണ്, 1 മുതൽ നിങ്ങൾക്ക് എടുക്കാം എൻ, പ്ലസ് എക്സിൻ്റെ കോഎഫിഷ്യന്റ് 3 ഇൻറ്റു എസ് എൻ പ്ലസ് 1 ഒന്ന് കുറയും, കോൺസ്റ്റന്റ് മൈനസ് 4 ഇൻറ്റു എസ് എൻ ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റും. ഇതിങ്ങനെ ഒരു നമ്പർ വെച്ച് നമ്മൾ പറയാം. ഈ എൻ ഒഴിവാക്കിയിട്ട് അതിന് പകരം ഒരു നമ്പർ ആക്കിയിട്ട് ഒരു ഇഷ്ടമുള്ള നാച്ചുറൽ നമ്പർ വെച്ചിട്ട് നമുക്കിത് പറയാൻ പറ്റും ഈ ഒരു ഓർഡറിൽ. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു S5 വെച്ച് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 2 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യന്റ് 2 ഇൻറ്റു S5, പിന്നെ എക്സിൻ്റെ കോഎഫിഷ്യന്റ് 3 ഇൻറ്റു S4, പിന്നെ കോൺസ്റ്റന്റ് മൈനസ് 4 ഇൻറ്റു S3 ഈക്വൽ ടു 0 ആവുമെന്നാണ് ന്യൂട്ടൺ പറയുന്നത്. അത് ഏത് നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ മിനിമം S3 സ്റ്റാർട്ട് ചെയ്യണം, അതാണ് SN പ്ലസ് 2 എന്ന് ആദ്യം എഴുതിയത്. അപ്പോൾ എന്നിന് 1 കൊടുക്കുമ്പോൾ S3 ആവും. അങ്ങനെ ഏതൊരു നാച്ചുറൽ നമ്പറിൽ നിന്ന് നിങ്ങൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ എനിക്ക് വേണമെങ്കിൽ S10 സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എസ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യന്റ് 2 ഇൻറ്റു S10 പ്ലസ് എക്സിൻ്റെ കോഎഫിഷ്യന്റ് 3 ഇൻറ്റു S9 കോൺസ്റ്റന്റ് മൈനസ് 4 ഇൻറ്റു S8 ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. ഇങ്ങനെ ഏതൊരു ഈ തന്ന SN ആണ് തന്നതെങ്കിൽ എസ് ഏതിൽ നിന്ന് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നിന് എസ് ഏതിൽ നിന്ന് നിങ്ങൾക്ക് സ്റ്റാർട്ട്. ഇപ്പോൾ എന്നിന് 1 കൊടുക്കുകയാണെങ്കിൽ ഇവിടെ SN പ്ലസ് 2 ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് 3 ആയിട്ട് മാറും. ഇത് നിങ്ങൾക്ക് ഏതിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ S20 നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എസ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യന്റ് 2 ഇൻറ്റു S20 പ്ലസ് 3 ഇൻറ്റു S19 മൈനസ് 4 ഇൻറ്റു S18 ഈക്വൽ ടു 0 എന്ന് എഴുതാം. നിങ്ങൾ S20 നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതേപോലെ ഏത് നമ്പറിൽ നിന്നും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ N പ്ലസ് 2 എന്ന് ആദ്യം എഴുതുന്നത് ഇവിടെ 3 ആണ് മിനിമം കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതിൻ്റെ മീനിങ് ആണ്. അത് 4, 5, 6 ഏതിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇത് ജെക്ക് കുറേ ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് വരുന്നുണ്ട്. ഇതിൻ്റെ കുറേ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഇനി നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഇതെങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുക എന്നുള്ളത്, ന്യൂട്ടൺസ് തിയറം എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ആൽഫ ബീറ്റ ആർ ദ റൂട്ട്സ് ഓഫ് എസ് സ്ക്വയർ മൈനസ് 6x മൈനസ് 2 ഈക്വൽ ടു 0.
and also given that n equal to alpha raised to n minus beta raised to n. n belongs to natural number. Then value of a10 minus 2a8 by 3a9. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ തരികയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ എസ് എൻ ഈക്വൽ ടു ആൽഫ റേസ് ടു എൻ പ്ലസ് ഓർ മൈനസ് ബീറ്റ റേസ് ടു എൻ അത് എസ് എൻ തന്നെ ആവണമെന്നില്ല ഞാൻ പറഞ്ഞു. എ എൻ ആവാം, പി എൻ ആവാം, എന്ത് വേണമെങ്കിലും വരാം. അപ്പോൾ ഇവിടെ ന്യൂട്ടൺസ് തിയറം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ന്യൂട്ടൺസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ക്വസ്റ്റ്യനിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഏതൊക്കെ നമ്പറാണ് ഉള്ളത് നോക്കാം. A10 ഉണ്ട്, A8 ഉണ്ട്, A9 ഉണ്ട്. അപ്പോൾ ഇത് അടുപ്പിച്ചുള്ള 3 ആവുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും വലുതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഞാൻ ഏറ്റവും വലുത് A10 നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എസ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് 1 ഇൻറ്റു A10, എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് -6 ഇൻറ്റു A9 ഒന്ന് കുറയും, കോൺസ്റ്റന്റ് -2 ഇൻറ്റു A8 ഈക്വൽ ടു 0 എന്നാണ് വരിക. ഇതാണ് ന്യൂട്ടൺ പറയുന്നത്. ഏതിൽ നിന്നും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് നേരത്തെ പറഞ്ഞു. ഏതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും ഫസ്റ്റ് ഇപ്പോൾ A20 ആണെങ്കിൽ പിന്നെ അടുത്തത് A19 ആവും, പിന്നെ അടുത്തത് A18 ആവും. അടുപ്പിച്ചുള്ള 3 വരിക. അപ്പോൾ ഇവിടെ ഞാൻ ക്വസ്റ്റ്യനിൽ നോക്കി A10 വേണം, A9 വേണം, A8 വേണം. അപ്പോൾ ഞാൻ ഏറ്റവും വലുതായ A10 അടുപ്പിച്ചിട്ടുള്ള 3 വരുന്നത്. അപ്പോൾ ഏറ്റവും വലുതായ A10 നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ന്യൂട്ടൺസ് തിയറം വെച്ചിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റും. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയാൽ A10 - 2A8 ആണ്. A10 - 2A8 അതാണ് ന്യൂമറേറ്ററിൽ വരുന്നത്. അത് ന്യൂമറേറ്ററിൽ വെക്കുക. A10 - 2A8. മറ്റത് റൈറ്റിലേക്ക് പോവാം. 6A9. ഇനി ഡിനോമിനേറ്ററിൽ വേണ്ട 3A9 ആണ്. ഇതിൽ നിന്ന് 3A9 ഡിനോമിനേറ്ററിലേക്ക് വരിക. അപ്പോൾ A10 - 2A8 by 3A9 ഈക്വൽ ടു ഇതിന് 3A9 ഇവിടെ ഡിനോമിനേറ്ററിലേക്ക് വരികയാണെങ്കിൽ ഇത് 2 എന്നായിരിക്കും ആൻസർ. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് 2 ആണ്. ഈ ന്യൂട്ടൺസ് തിയറം ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഒരു ജെയിൻ്റെ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലെറ്റ് ആൽഫ ബീറ്റ ബി 2 റിയൽ നമ്പർ സച്ച് ദാറ്റ് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 1 ആൻഡ് ആൽഫ ബീറ്റ ഈക്വൽ ടു -1. Pn equal to alpha raised to n plus beta raised to n, Pn minus 1 and Pn minus 1 equal to 11, Pn plus 1 equal to 29 for some integer n greater than or equal to 1, then the value of Pn square. ഇപ്പോൾ Pn equal to alpha raised to n plus beta raised to n. നേരത്തെ പറഞ്ഞ SN പകരം എന്ത് വേണമെങ്കിലും വരാം. ഇവിടെ n നാച്ചുറൽ നമ്പർ. അപ്പോൾ നമുക്ക് ന്യൂട്ടൺസ് തിയറം അപ്ലൈ ചെയ്യാം. പക്ഷേ ന്യൂട്ടൺസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വേണം. അപ്പോൾ ഇവിടെ ആൽഫ ബീറ്റ 2 റിയൽ നമ്പർ സച്ച് ദാറ്റ് ആൽഫ പ്ലസ് ബീറ്റ 1 ആൽഫ ബീറ്റ -1 ഒന്ന് ഗിവൺ ആണ്. ഇനി Pn ഈക്വൽ ടു ആൽഫ റേസ് ടു n പ്ലസ് ബീറ്റ റേസ് ടു n. അപ്പോൾ ആൽഫ റേസ് ടു n പ്ലസ് ബീറ്റ റേസ് ടു n തരികയാണെങ്കിൽ ക്വാഡ്രാറ്റിക്കിൽ നമുക്കത് അപ്ലൈ ചെയ്തിട്ട് ന്യൂട്ടൺസ് തിയറത്തിൻ്റെ ഐഡിയയിലേക്ക് മാറ്റാൻ പറ്റും. അതിന് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വേണം. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷന് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. അതായത് റൂട്ടിൻ്റെ സമ്മ് 1 ആണെന്നും റൂട്ടിൻ്റെ പ്രൊഡക്റ്റ് -1 ആണെന്നും തന്നിട്ടുണ്ട്. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ടിൻ്റെ സമ്മും റൂട്ടിൻ്റെ പ്രൊഡക്റ്റും തരികയാണെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോം പറഞ്ഞാൽ എസ് സ്ക്വയർ മൈനസ് സം ഓഫ് റൂട്ട്സ് 1 ആണ് ഇൻറ്റു എക്സ് പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്സ് -1 ആണ് ഈക്വൽ ടു 0 ആണ്. നമ്മുടെ ഏത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോം റൂട്ട് ഗിവൺ ആണെങ്കിൽ എസ് സ്ക്വയർ മൈനസ് സം ഓഫ് റൂട്ട്സ് ഇൻറ്റു എക്സ് പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്സ് ഈക്വൽ ടു 0. അപ്പോൾ ഈ ആൽഫ ബീറ്റ ഇതിൻ്റെ റൂട്ടാണ്. ആൽഫ ബീറ്റ റൂട്ട് ആവുമ്പോഴാണ് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരിക. ഇനി ഓൾസോ ഗിവൺ ദാറ്റ് Pn ഈക്വൽ ടു ആൽഫ റൈസ് ടു n പ്ലസ് ബീറ്റ റൈസ് ടു n എന്ന് തന്നിട്ടുണ്ട്. n നാച്ചുറൽ നമ്പറാണ്. അപ്പം ന്യൂട്ടൺസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ ഗിവൺ ആയിട്ടുള്ളത് Pn -1 Pn+1 പിന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് Pn സ്ക്വയർ ആണ്. അടുപ്പിച്ചുള്ള 3 Pൻ്റെ ഏത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഉള്ളത് Pn വേണം, നമുക്ക് കാണണം. Pn+1 ഗിവൺ ആണ്, Pn -1 ഗിവൺ ആണ്. അപ്പോൾ Pn+1 Pn അടുപ്പിച്ചിട്ടുള്ള 3 തന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും വലുതിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Pn+1 ആണ് ഏറ്റവും വലുത് വരിക. അപ്പോൾ എസ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യന്റ് 1 ഇൻറ്റു Pn+1, എക്സിൻ്റെ കോഎഫിഷ്യന്റ് -1 ഇൻറ്റു Pn, കോൺസ്റ്റന്റ് -1 ഇൻറ്റു Pn-1 ഈക്വൽ ടു 0. Pn+1
പി എൻ മൈനസ് വൺ എന്താണ് ഗിവൺ ആണ്, പി എൻ മൈനസ് വൺ 11 ആണ്, പി എൻ പ്ലസ് 1 29 ആണ്, മൈനസ് പി എൻ മൈനസ് ഈക്വൽ ടു 0. ഫ്രം ദിസ് വി ക്യാൻ റൈറ്റ് പി എൻ ഈക്വൽ ടു 29 മൈനസ് 11 18. അപ്പോൾ പി എൻ സ്ക്വയർ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്വയർ ആയിട്ട് 18 സ്ക്വയർ ആയിരിക്കും 324 ആണ് ഇതിൻ്റെ ആൻസർ വരും. ന്യൂട്ടൺ സ്ക്വയർ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. കുറേ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ആൽഫ ബീറ്റ ആർ ദ റൂട്ട്സ് ഓഫ് ദിസ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പി എൻ ഈക്വൽ ടു ആൽഫ റൈസ് ടു എൻ മൈനസ് ബീറ്റ റൈസ് ടു എൻ ഫോർ ഈച്ച് പോസിറ്റീവ് ഇൻറ്റിജർ എൻ, അതായത് നാച്ചുറൽ നമ്പർ, then the value of P17 P20 plus 5 root 2 P17 P19 by P18 P19 plus 5 root 2 P18 square. ഇവിടെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. എ സ്ക്വയർ പ്ലസ് 5 റൂട്ട് 2 എക്സ് പ്ലസ് 10 ഈക്വൽ ടു 0. പി എൻ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ റൂട്ടാണ് ആൽഫയും ബീറ്റയും. ഇതിൻ്റെ റൂട്ടാണ് ആൽഫയും ബീറ്റയും. ഓൾസോ ഗിവൺ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് ടി എൻ ഈക്വൽ ടു ആൽഫ റൈസ് ടു എൻ മൈനസ് ബീറ്റ റൈസ് ടു എൻ ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ. പോസിറ്റീവ് ഇൻറ്റിജർ എന്ന് പറയുമ്പോൾ നാച്ചുറൽ നമ്പറാണ് വരിക. ഇവിടെ നമുക്ക് ന്യൂട്ടൺസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ഒരു മോഡൽ എപ്പോഴും നിങ്ങൾ കാണുകയാണെങ്കിൽ ന്യൂട്ടൺ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനും ആൽഫ ബീറ്റ റൂട്ട് എന്ന് പറയുന്നത്, പിന്നെ ആൽഫ റൈസ് ടു എൻ പ്ലസ് ബീറ്റ റൈസ് ടു എൻ, അല്ലെങ്കിൽ ആൽഫ റൈസ് ടു എൻ മൈനസ് ബീറ്റ റൈസ് ടു എൻ കാണുകയാണെങ്കിൽ ന്യൂട്ടൺസ് തിയറം അപ്ലൈ ചെയ്യാം. ആ ന്യൂട്ടൺസ് തിയറം അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യനിൽ തന്ന നമ്പേഴ്സ് നോക്കുക. അടുപ്പിച്ചുള്ള 3 എണ്ണാണെങ്കിൽ ഏറ്റവും വലുത് വെച്ച് സ്റ്റാർട്ട് ചെയ്യും. ഇത്രേ ഉള്ള ഐഡിയ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് P17 P20 പ്ലസ് 5 റൂട്ട് 2 P17 P19 by P18 P19 പ്ലസ് 5 റൂട്ട് 2 P18 സ്ക്വയർ. ഇതിൽ നമുക്ക് ആദ്യം തന്നെ കോമൺ എടുക്കാണ്ട് ന്യൂമറേറ്ററൊന്നും ഡിനോമിനേറ്ററൊന്നും കോമൺ എടുക്കുമ്പോൾ P17 കോമൺ എടുക്കാം. P17 റിമൈനിങ് വരുന്നത് P20 പ്ലസ് 5 റൂട്ട് 2 P19 ബൈ ഡിനോമിനേറ്ററിന് P18 കോമൺ എടുക്കാം. ബാക്കി P19 പ്ലസ് 5 റൂട്ട് 2 P18. ഇനി P20 പ്ലസ് 5 റൂട്ട് 2 P19 ഇതൊരു ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ന്യൂട്ടൺസ് അപ്ലൈ ചെയ്യാണ്. P20 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ന്യൂട്ടൺസ് P20 വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എ സ്ക്വയറിൻ്റെ കോഎഫിഷ്യന്റ് 1 ഇൻറ്റു P20 പ്ലസ് എക്സിൻ്റെ കോഎഫിഷ്യന്റ് 5 റൂട്ട് 2 ഇൻറ്റു ഒന്ന് കുറയും P19 കോൺസ്റ്റന്റ് 10 ഇൻറ്റു P18 ഈക്വൽ ടു 0. ഇതിൽ P20 പ്ലസ് 5 റൂട്ട് 2 P19 ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അത് ഈക്വൽ ടു P20 പ്ലസ് 5 റൂട്ട് 2 P19 എന്ന് പറയുമ്പോൾ മൈനസ് 10 P18 എന്ന് ഇതിന് എഴുതാം. ഇതിന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ക്ലിയർ ആവും. ഇവിടെ എ സ്ക്വയർ 5 റൂട്ട് 2 എക്സ് പ്ലസ് 10 ഇവിടെ 5 റൂട്ട് ഫോം ചെയ്യുന്നുണ്ട്. അപ്പം തന്നെ ന്യൂട്ടൺസ് തിയറത്തിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കാം. ഇനി ഡിനോമിനേറ്ററിൽ P19 പ്ലസ് 5 റൂട്ട് 2 P18 ആണ്. അപ്പോൾ P19 സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ നിന്ന് P19 എ സ്ക്വയറിൻ്റെ കോഎഫിഷ്യന്റ് 1 ഇൻറ്റു P19 പ്ലസ് 5 റൂട്ട് എക്സിൻ്റെ കോഎഫിഷ്യന്റ് 5 റൂട്ട് ഇൻറ്റു P18 പ്ലസ് കോൺസ്റ്റന്റ് 10 ഇൻറ്റു P17 ഈക്വൽ ടു 0. അപ്പോൾ ഇതിൽ നിന്ന് ഡിനോമിനേറ്ററിലെ P19 പ്ലസ് 5 റൂട്ട് 2 P18 P19 പ്ലസ് 5 റൂട്ട് 2 P18 ഈക്വൽ ടു മൈനസ് 10 P17 എഴുതാൻ പറ്റും. അപ്പോൾ ന്യൂമറേറ്ററിലെ P20 പ്ലസ് 5 റൂട്ട് 2 P19ക്ക് മൈനസ് 10 P18 എന്നും P19 പ്ലസ് 5 റൂട്ട് 2 P18 ഡിനോമിനേറ്ററിലുള്ളതിന് മൈനസ് P17 എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ P17 ഇൻറ്റു ഈ ന്യൂമറേറ്ററിന് പകരം
മൈനസ് 10 ഇൻറ്റു P18. ഡിനോമിനേറ്ററിലെ P19 പ്ലസ് 5√2 P80ക്ക് പകരം P18 ഇൻറ്റു അതിന് പകരം നമുക്ക് -10 P17 എന്ന് പറയാൻ പറ്റും. -10 P17. ഇത് ന്യൂമറേറ്ററിലെ P17ഉം P18 ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിലെ P17 P18 10 എല്ലാം നമുക്ക് മൈനസും കട്ട് ചെയ്ത ആൻസർ 1 ആയിരിക്കും ഇതിൻ്റെ വരിക. ഇതിൻ്റെ ആൻസർ 1 ആണ് വരിക. ഇനി ഇതേപോലെ ഒരു അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഇത് ഏകദേശം നേരത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തതുപോലെയാണ് വരുന്നത്. ആൽഫ ബീറ്റ റൂട്ട്സ് ഓഫ് ദിസ് ക്വാഡ്രാറ്റിക് ക്വസ്റ്റ്യൻ ഇഫ് UN = alpha raised to n plus beta raised to n then U10 plus √2 U9 by 2 U8 is equal to. ഇവിടെ UN എന്നാണ് നെയിം കൊടുത്തത്. ഇവിടെ നമുക്ക് ന്യൂട്ടൺസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ U10 U9 U8 ആണ് ഇവിടെ വരുന്നത്. അടുപ്പിച്ചുള്ള 3 വരികയാണെങ്കിൽ ഏറ്റവും വലുതിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരുന്നത് A² പ്ലസ് √2x - 8 = 0. നമുക്ക് വേണ്ട U10 U9 U8 ആണ്. അപ്പോൾ U10ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. S² കോഫിഷ്യൻ 1 ഇൻറ്റു U10 പ്ലസ് എക്സിൻ്റെ കോഫിഷ്യൻ √2 ഇൻറ്റു U9 കോൺസ്റ്റൻറ്റ് -8 ഇൻറ്റു U8 = 0. ഇതാണ് ന്യൂട്ടൺസ് തിയറം പറയുന്നത്. ഇനി നമുക്ക് ന്യൂമറേറ്ററിൽ വേണ്ടത് U10 പ്ലസ് √2 U9 ആണ്. ബാക്കിയുള്ള റൈറ്റ് സൈഡ് പോവുക 8 U8. നമുക്ക് ഡിനോമിനേറ്ററിൽ വേണ്ട 2 U8 ആണ്. ഇപ്പോൾ U10 പ്ലസ് √2 U9 ബൈ നിന്ന് 2 U8 ഡിനോമിനേറ്ററിലേക്ക് വരികയാണെങ്കിൽ ബാക്കി 4. ഇതിന് ആൻസർ 4 എന്നാണ് വരിക. ഇത്രയും സിമ്പിളാണ് ഈ ടോപ്പിക്. നിങ്ങൾ ന്യൂട്ടൺസ് തിയറം ജസ്റ്റ് ഒന്ന് ഒരു ഐഡിയ അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ ഈസിയിൽ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈ ടോപ്പിക്. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കുറച്ച് നല്ലൊരു ക്വസ്റ്റ്യനിലേക്ക് അടുത്തതിലേക്ക് പോവാം. കുറച്ച് നല്ല ക്വസ്റ്റ്യനാണ്. ആൽഫ ബീറ്റ ആർ ദ റൂട്ട്സ് ഓഫ് ദിസ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ n = alpha raised to n plus beta raised to n. Then minimum value of this A2023 plus A2025 by A2025. നമുക്കിവിടെ ന്യൂട്ടൺസ് തിയറം അപ്ലൈ ചെയ്യാമെന്നുള്ള ഐഡിയ ഉണ്ട്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ n = alpha raised to n plus beta raised to n ഉണ്ട്. പിന്നെ എൻ്റെ ടേമിലാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ക്വസ്റ്റ്യൻ A2025 × 24 × 23 ഉണ്ട്. അപ്പോൾ നമുക്ക് 2003 അടുപ്പിച്ചിട്ടുള്ള വരുന്ന ഏറ്റവും വെല്ലിൽ നിന്ന് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ന്യൂട്ടൺസ് തിയറം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരുന്നത് A² - T² - 5t plus 6 into x plus 1 = 0. ഇതിൽ നമ്മൾ ന്യൂട്ടൺസ് തിയറം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 2025 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. S² കോഫിഷ്യൻറ്റ് 1 ഇൻറ്റു A2025 മൈനസ് എക്സിൻ്റെ കോഫിഷ്യൻറ്റ് T² - 5t plus 6 ഇൻറ്റു A2024 പ്ലസ് 1 ഇൻറ്റു A2023 = 0. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ A2023 പ്ലസ് A2025 A2023 ഇവിടെ വെച്ചിട്ട് ബാക്കിയുള്ളത് റൈറ്റ് സൈഡിൽ പോകും. T² - 5t plus 6 ഇൻറ്റു A2024. നമുക്ക് ക്വസ്റ്റ്യൻ വേണ്ടത് A2023 പ്ലസ് A2025 ബൈ A2024 ആണ്. എന്നിട്ട് അതിൻ്റെ മിനിമം വാല്യൂ ആണ് വേണ്ടത്. ഇതിൻ്റെ മിനിമം വാല്യൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ഫോം ചെയ്യാനും വേണ്ടി A2023 പ്ലസ് A2025 ബൈ ഈ A2024 ഡിനോമിനേറ്ററിൽ വരും. ഇത് ഈക്വൽ ടു T² - 5t plus 6. ഇതിൻ്റെ A2023 പ്ലസ് A2025 ബൈ A2024 മിനിമം വാല്യൂ ആണ്. അപ്പോൾ ഇതിൻ്റെ മിനിമം വാല്യൂ ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ മിനിമം വാല്യൂ ആണ് നമ്മൾ കാണേണ്ടത്. ഇത് ഈക്വൽ ടു ഇതാണല്ലോ. അപ്പോൾ ഇതിൻ്റെ മിനിമം വാല്യൂ എന്താണെന്നാണ് വേണ്ടത്. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ലീഡിങ് കോഎഫിഷ്യൻറ്റ് അത് T² കോഎഫിഷ്യൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ മിനിമം വാല്യൂ
ഇതല്ല ഏതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെയും ലീഡിങ് കോഎഫിഷ്യൻ്റ് പോസിറ്റീവ് ആണെങ്കിൽ മിനിമം വാല്യൂ എന്ന് പറയുന്നത് -d/4a ആണ്. ഡി എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിമിനൻ്റ് ആണ്. അതായത് -b² - 4ac/4a ആണ്. അപ്പോൾ b² - 4ac/4a എന്ന് പറഞ്ഞാൽ ഇവിടെ കൺസിഡർ ചെയ്ത ക്വാഡ്രാറ്റിക് ഇക്വേഷൻ a² + bx + c = 0 ആണ്. ഇവിടെ a²ൻ്റെ കോഎഫിഷ്യൻ്റ് എ പോസിറ്റീവ് ആണെങ്കിൽ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ മിനിമം വാല്യൂ ആണ് -d/4a. അപ്പോൾ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ഇത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ b² -5ൻ്റെ സ്ക്വയർ 25 -4 × a എന്ന് പറയുന്നത് ഇവിടെ 1, 4 × c എന്ന് പറയുന്നത് 6, 4 × 6 24 /4a, 4 × ഇപ്പോൾ ടി സ്ക്വയറിൻ്റെ പൊസിഷൻ 1 ആയതുകൊണ്ട് 4a 4. ഇപ്പോൾ ന്യൂമറേറ്റർ 25 - 24 1 വരും, ടോട്ടലി -1 എന്ന് വരും. അപ്പോൾ ആൻസർ -1/4 എന്നായിരിക്കും ഇതിൻ്റെ മിനിമം വാല്യൂ വരും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Alpha, beta be the roots of this quadratic equation s² - x - 4 = 0. Pn = alpha raised to n - beta raised to n. N belongs to natural number. Then P15 P16 - P14 P16 - P15 square plus P14 P15 by P13 P40. ഇവിടെ നമുക്ക് ന്യൂട്ടൺ സീറത്തിൻ്റെ ഐഡിയയിലേക്ക് പോവാം. P15 P16 minus P14 P16 P15 square plus P14 P15 P13 P14. ഇവിടെ അടുപ്പിച്ചുള്ള 3 എണ്ണമല്ല, അതിൽ കൂടുതലുണ്ട്. 16 ഉണ്ട്, 15 ഉണ്ട്, 14 ഉണ്ട്, 13 ഉണ്ട്, 4 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ അതിനൊന്ന് അറേഞ്ച് ചെയ്തിട്ട് അടുപ്പിച്ചുള്ള 3 എണ്ണത്തിൻ്റെ ഐഡിയയിലേക്ക് മാറ്റാം. എന്നാൽ മാത്രമേ നമുക്ക് ന്യൂട്ടൺ സീറോ ക്വാഡ്രാറ്റിക് എന്ന് എഴുതാൻ കഴിയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, ഇതിൽ രണ്ടിൽ നിന്നും P16 കോമൺ എടുത്തു, ബാക്കി P15 - P14. ഇനി ഇതിൽ രണ്ടിൽ നിന്നും -P15 കോമൺ എടുത്തു, P15 - P14 by P13 P14. ഇനി ഇതിൽ നിന്ന് ന്യൂമറേറ്ററിൽ നിന്ന് P15 - P14 കോമൺ എടുത്തു. രണ്ടിൽ നിന്നും P15 - P14 കോമൺ എടുത്തു. റിമൈനിങ് P16 - P15 വരും ബൈ P16 P15 വരും ഡിവൈഡഡ് ബൈ P13 P40. ഇനി P15 - P40ക്കും P16 - P50ക്കും നമുക്ക് ന്യൂട്ടൺ സിറം അപ്ലൈ ചെയ്തിട്ട് അതിന് വേറൊരു ടൈമിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് ഒന്നുകൂടി നമുക്ക് റൈറ്റ് സൈഡിലൊന്ന് എഴുതാം. s² - x - 4 = 0 എന്നായിരുന്നു നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇപ്പം നമുക്ക് വേണ്ടത് P15 - P14 ഇതിൽ ഫോം ചെയ്യണം. ഇപ്പോൾ P15 സ്റ്റാർട്ട് ചെയ്യാം. s²ൻ്റെ കോഎഫിഷ്യൻറ്റ് 1 × P15 -x-ൻ്റെ കോഎഫിഷ്യൻറ്റ് -1 × P14 -4 × P13 = 0. അപ്പോൾ P15 - P14 = 4 × P13. അപ്പോൾ ന്യൂമറേറ്ററുള്ള P15 - P14ക്ക് പകരം 4 × P13 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അത് സിമിലർലി നമുക്ക് P16 - P15 ഇതൊന്ന്, P16 - P15 ഇത് ന്യൂട്ടൺ സിറം അപ്ലൈ ചെയ്യുമ്പോൾ അതിന് പകരം നമുക്ക് വേറൊരു ടൈമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. P16 ഇത് സ്റ്റാർട്ട് ചെയ്യും. s²ൻ്റെ കോഎഫിഷ്യൻറ്റ് 1 × P16, x-ൻ്റെ കോഎഫിഷ്യൻറ്റ് -1 × P15 മൈനസ് കോൺസ്റ്റൻറ്റ് 4 × P14 = 0. നമുക്ക് ന്യൂമറേറ്ററിൽ ഇനി വേണ്ടത് P16 - P15 ആണ്. ഇറ്റ് വിൽ ബി ഈക്വൽ ടു 4 × P14. അപ്പോൾ അതിന് പകരം നമുക്ക് 4 × P14 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിന് പകരം അത് രണ്ടും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ P15 - P14 ഉള്ളത് 4 P13 ആവും.
P16 മൈനസ് P15 എന്നുള്ളത് 4P14 ആവും ബൈ P13 P14. P13 P14 കട്ട് ചെയ്താൽ ആൻസർ വിൽ ബി 16. അതിൻ്റെ ആൻസർ 16 എന്നാണ് വരിക. ഇത്രയാണ് ന്യൂട്ടൺസ് തിയറം എനിക്ക് പറയാനുള്ളത്. ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇത് കഴിഞ്ഞിട്ടുള്ള ഇയറിലൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ഇതിന് മെജോറിറ്റി ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ചിലപ്പോൾ നേരത്തെ ചോദിച്ചതുപോലെ മിനിമം ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ക്വാഡ്രാറ്റിക്കിൻ്റെ ആ മിനിമം ക്വാഡ്രാറ്റിക് T² - 5T+6 ഐ തിങ്ക് അങ്ങനെയാണെന്ന് തോന്നുന്നു, അതിൻ്റെ മിനിമം അങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ഒന്ന് വേറെ രീതിയിൽ ഒന്ന് ചോദിക്കാം, അത്രേ ഉള്ളൂ. കൺസെപ്റ്റ് ഒക്കെ ഇതായിരിക്കും. ഓക്കെ, താങ്ക് യു.